സംസ്ഥാന ബജറ്റ് വരാൻ പോവുകയാണ്. അങ്ങ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എങ്ങനെ ഈ ബാലഗോപാൽ എന്ത് മാജിക് കാണിച്ച് ഈ ഇല്ലായ്മയുടെ കാലത്ത് ബജറ്റ് കൂടി വരണ്ടേ? സ്വാഭാവികമായിട്ട് ഇലക്ഷൻ ഇയർ ആകുമ്പോൾ ഞാനെങ്ങനെയാ പറയാത്. എങ്കിലും ഒരു അങ്ങയുടെ ഒരു അക്കാദമിക രംഗത്തെ വൈദഗ്ധ്യമൊക്കെ വെച്ചിട്ട് ഒന്ന് ഞാൻ പറയാ, BJP തോറ്റ് ഇന്ത്യ അധികാരത്തിൽ വരും, കേരളത്തിൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും എന്നുള്ളൊരു അനുമാനത്തിൽ ബഡ്ജറ്റ് തയ്യാറാക്കണം. അല്ലാതെ BJPക്ക് വഴങ്ങിക്കൊണ്ട് അവർ ഇനിയും നമുക്ക് വായ്പ വെട്ടിക്കുറക്കും, അയ്യോ പൈസ ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ ഇവർ തോക്കും, ഇന്ത്യ അധികാരത്തിൽ വരും, ആ സർക്കാരിനോട് കേരളത്തിൻ്റെ അവകാശം മേടിക്കാൻ വേണ്ടി ഇടതുപക്ഷ MP-മാരുണ്ടാവും എന്നുള്ള ഒരു രാഷ്ട്രീയ ധാരണയിൽ തയ്യാറാക്കണം. എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ വേണ്ടെന്നുള്ളത് ധനമന്ത്രി തീരുമാനിക്കട്ടെ. ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയമായിട്ടും എന്താ പ്രതീക്ഷക്കുറവ്? കേരളത്തിൽ ഒരു സംശയം വേണ്ട. 2019 സ്വപ്നം കണ്ടു കിടക്കുക. സ്വപ്നം മാത്രം ഒരുങ്ങി കേട്ടതൊക്കെ കണ്ടു കിടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു സാഹചര്യമേ അല്ല ഇന്ന്. ഈ മാറ്റം വരാൻ കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിനൊക്കെ മുഴുവൻ സർക്കാരിൻ്റെ പിടിപ്പുകേടാന്നും പറഞ്ഞുള്ള പ്രചരണങ്ങളൊക്കെയാണ്. കുറച്ച് പേരൊക്കെ ഏശുന്നുണ്ടാവും. അപ്പോൾ അത് ഈ ക്യാമ്പയിൻ ഇനി ഇല്ല, ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നവകേരള സദസ്സ് അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ ചങ്ങല കഴിഞ്ഞു, ഇനിയിപ്പോൾ ഡൽഹി സമരം ചെയ്യുമ്പോൾ എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തിൽ നിന്നും ജാഥകൾ പഞ്ചായത്ത് കേന്ദ്രത്തിലെത്തി വിശദീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നാട്ടിലുടനീളം ഈ രാഷ്ട്രീയം പറയും, അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.